ശില്പമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്, ഭൂതപ്പാട്ട്. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് ഭൂതൻ വരണ ദിവസമല്ലേ? ഭൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. ഭൂതൻ എന്ന് വെച്ച ഭൂതം. നങ്ങേലിന്ന രണ്ടർജനത്തിന്റെ സുന്ദരപുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കണ്ടോണ്ടുപോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. ഭൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനൂറ്റിട്ടൊഴും നീതി വന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുനാളെ കുടക്കടുക്കന്നു. പാപ്പ കൊടുക്കും, പാലും കൊടുക്കും, പാവ കൊടുക്കും നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ കൂത്തേ പാട്ടുകൾ പാടി. മാനത്തമ്പിലി മാമനെ കാട്ടി മാമു കൊടുക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോകുന്നത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, ഏതൊരു ഭംഗിയുള്ള കത്തി! എന്താണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പൂന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിരാ ഞാൻ കളവൂ, കാട്ടിലിരാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ? അതങ്ങള് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും. സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. പൂമരച്ചോട്ടിൽ ഇരുന്ന് ഭൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ, പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? കാട്ടുതീയായിട്ടു ഭൂതം കണ്ണീരൊക്കെ
എടുത്താളമ്മ അറിയാനും പ്രിയായും ഭൂതം തരികന്റെ കുഞ്ഞിരേ എന്നാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും തിരികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മടി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൽ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുലച്ചു. ഇതിലും വലിയതാണെന്റെ കൊന്നോമനാൻ അതിനെ തരികന്തേ ഭൂതമേനി. ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുപ്പാൾ. അമ്മേ നിങ്ങളെ തങ്ക കുഞ്ഞിനെ ഞാനിനി വേദി മറച്ചു പിടിച്ച് എന്നുടെ നേരെ കോപമിതേറെ കരുതരുമെന്നെ നിന്നിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിരുൾ തന്നെ നോക്കും. തൊഴുതു വിറച്ചേ നിന്നോ ഭൂതം ഒട്ടുമടങ്ങി അടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങനെ കണ്ടമുണങ്ങി പൂത്തും കാലം. കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീക്കും കാലം. വന്നു മടങ്ങണമാട്ടുകൾ തോറും പൊന്നുണ്ണി ഒരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിൽ മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ. ഭൂതമതങ്ങി അന്നേ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ. മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ണിയെ അന്വേഷിച്ച് വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. This would be hand to our talented performers.